നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് CPM-ലെ പ്രമുഖ നേതാവായ ജി സുധാകരൻ പാർട്ടിയുമായി ഇടയുന്നതും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതുമൊക്കെയാണ്. അതിനിടയിൽ കോൺഗ്രസിലും ഒരു സുധാകരൻ ഇടഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തന്നെ പ്രമുഖ നേതാവ് കെ സുധാകരൻ അദ്ദേഹം ചില അതൃപ്തികൾ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകളിൽ കെ സുധാകരന് കടുത്ത അതൃപ്തി. ഡൽഹിയിലെ ഇന്നത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് നിൽക്കാതെ കെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടി അറിയിച്ചതാണ്. പക്ഷേ തീരുമാനം വന്നിരിക്കുന്നത് അത്തരത്തിൽ മത്സരിക്കാനാകില്ല എന്നാണ്. പക്ഷേ ആ തീരുമാനത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MP-മാർ മത്സരിക്കുന്നതിൽ സംസ്ഥാനത്തെ നേതാക്കൾ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. ഹൈക്കമാൻഡും ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ ഒരു അനുകൂല സൂചന നൽകിയിട്ടില്ല. സുധാകരനെ അനുനയിപ്പിക്കാൻ ഡൽഹിയിൽ പല ഘട്ടങ്ങളായി ചർച്ച നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് സുധാകരൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന് അറിഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം അയയുമോ, അദ്ദേഹത്തിന് മത്സരിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ആഗ്രഹത്തിന് വഴങ്ങേണ്ടി വരുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഡൽഹിയിലുണ്ട്. അതിനിടയിലാണ് കെ സുധാകരൻ തന്റെ അതൃപ്തി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു യോഗത്തിൽ പങ്കെടുക്കാതെ കേരളത്തിലേക്ക് മടങ്ങിയത്. MP-മാരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് മത്സര സന്നദ്ധത അറിയിച്ച MP-മാരായ കെ സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവരുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് കിട്ടാത്ത സാഹചര്യത്തിലാണ് അതൃപ്തി വ്യക്തമാക്കി തുടർ ചർച്ചകൾക്ക് നിൽക്കാതെ കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയത്. പ്രതിഷേധിച്ചാണോ മടങ്ങുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അദ്ദേഹം നൽകിയില്ല. പ്രതിഷേധിച്ചല്ല മടങ്ങുന്നത് എന്ന മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് അമർഷമുണ്ട് എന്നത്. കെ സുധാകരൻ അടക്കം 3 MP-മാർ കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ മത്സരിക്കാനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്? എന്താണ് അദ്ദേഹം നെഞ്ചുപൊട്ടി, അതായത് ഒരു വൈകാരികമായ കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കെ സുധാകരൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നോക്കാം. കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എൻ്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാബാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എൻ്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ട് നടത്തി കൊലപ്പെടുത്തിയ എൻ്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖവുമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്കു പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എൻ്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എൻ്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൈപിടിച്ചു വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നു. രാഹുൽ ഗാന്ധി അടക്കം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിപ്പോകുമോ, അനുനയ ചർച്ചകളിലേക്ക് വഴങ്ങുമോ എന്നതാണ് നിലവിൽ ഉയർന്ന ചോദ്യം. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തോട് ഇടഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച കെ സുധാകരന്റെ വീട്ടിലേക്ക് അനുയായികൾ അടക്കമുള്ളവർ ഒഴുകിയെത്തുന്നുണ്ട്. സുധാകര പക്ഷത്തുള്ള അനുയായികളോട് വീട്ടിലേക്ക് എത്താൻ ആഹ്വാനം ചെയ്തതിന്റെ സാഹചര്യത്തിലാണ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. ദില്ലിയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. MP സ്ഥാനം ഒഴിഞ്ഞ് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഒരാൾക്ക് അനുമതി നൽകിയാൽ മറ്റ് 5 MP-മാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ കെ സുധാകരന് അങ്ങനെ ഒരു അവസരം നൽകുകയാണെങ്കിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് നിൽക്കുന്ന മറ്റുള്ളവർക്കും അത് നൽകേണ്ടി വരും. എന്തായാലും കടുത്തൊരു പ്രതിസന്ധി തന്നെ നേരിടുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതൃത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ
പറയേണ്ടി വരും. സുധാകരന്റെ നീക്കം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ നടുക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാവിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് AICC നേതൃത്വമായിരിക്കുന്നത്. നടപടികൾ ഉണ്ടാകുമോ, വിശദീകരണം ചോദിക്കുമോ ഒക്കെ ഒരു ചോദ്യമായി തന്നെ ഉയരുന്നു. അതോ അനുനയിച്ചു കൊണ്ടുവരാൻ തന്നെയായിരിക്കുമോ ശ്രമം എന്നതും മുന്നിൽ നിൽക്കുന്ന ചോദ്യചിഹ്നമാണ്. സുധാകരൻ പാർട്ടി തീരുമാനത്തിന് വഴങ്ങാത്തതിൽ അതൃപ്തിയിലാണ് നേതൃത്വം. അസാമിലെയും കേരളത്തിലെ സാഹചര്യം താരതമ്യം ചെയ്യരുത് എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗൗരവ് ഗൊഗോയി MP-ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നു. ഈ കാര്യം ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടി MP-ക്ക് മത്സരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇത് മുന്നിൽ നിർത്തിയാണ് സുധാകരനും തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ഒരു നിഗമനം. അതേസമയം അദ്ദേഹം മത്സരിക്കണമെന്ന ആഗ്രഹം അനുയായികൾ ചിലരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം അത്തരത്തിലുള്ളതാണ്. സുധാകരനെ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പ്രതികരണം. സുധാകരൻ കണ്ണൂരിന്റെ ഹൃദയരക്തം തന്നെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടില്ലെന്നും സുധാകരൻ കരുത്തനായ നേതാവ് തന്നെയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സുധാകരന്റെ വീട്ടിൽ എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസമൊക്കെ KPCC-യിൽ നിർണായകമായ നീക്കമുണ്ടായി. സുധാകരനെ പിന്തുണച്ച് പോസ്റ്റർ വരുന്ന സാഹചര്യം ഉണ്ടായി. KPCC ആസ്ഥാനത്തിന്റെ മതിലിലാണ് സുധാകരൻ അനുകൂലികൾ പോസ്റ്റർ പതിച്ചത്. സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണെന്നാണ് പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നത്. സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂരിൽ സുധാകരനെ മത്സരിപ്പിക്കണമെന്നാണ് പോസ്റ്ററിലെ മുഖ്യ ആവശ്യം. ഒരു വിഭാഗം സുധാകരൻ അനുകൂലികളാണ് പോസ്റ്റർ പതിച്ചത്. അതേസമയം വടകരയിൽ മുല്ലപ്പള്ളി അനുകൂലിച്ചും പോസ്റ്ററുകൾ വന്നിരുന്നു. മുല്ലപ്പള്ളിയെ അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുക, BJP-യുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയുക എന്നിങ്ങനെയുള്ള വാചകങ്ങളായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ജനുവരിയിൽ മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്റർ വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിച്ച മുല്ലപ്പള്ളിയുടെ പേര് സജീവ ചർച്ചയാവാത്ത സാഹചര്യത്തിലായിരുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു മുല്ലപ്പള്ളി അനുകൂലിച്ച് വ്യാപകമായ പോസ്റ്റർ പ്രചാരണമുണ്ടായത്. മുല്ലപ്പള്ളിയെ അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണം നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആരോപണമൊക്കെ ഇപ്പോൾ പരസ്യമായി അത് രംഗത്തേക്ക് വരികയാണ്. പരസ്യമായ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. എന്തായാലും MP-മാർ മത്സരിക്കേണ്ട എന്നാണ് തീരുമാനമെന്ന് സണ്ണി ജോസഫ് സുധാകരനെ അറിയിച്ചിരുന്നു. ഇതിൽ അദ്ദേഹം അതൃപ്തിയിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു, ചർച്ചയിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുന്നു. ഇനി എന്താണ് സുധാകരന്റെ അടുത്ത നീക്കം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മുതിർന്ന നേതാക്കളൊക്കെ പാർട്ടിയിൽ നിന്നും അകലുന്നതും പാർട്ടിയോട് പരിഭവം കാണിക്കുന്നതും ഒക്കെ പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് CPM-ന്റെ പാർട്ടിയിൽ നമുക്കറിയാം സുധാകരൻ കഴിഞ്ഞ ദിവസം ഇടഞ്ഞിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് എന്ന വലിയ രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നു. എന്തിന് കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ കാര്യം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. അതിനിടയിലാണ് കോൺഗ്രസിന് വെള്ളടി ഏൽപ്പിച്ചുകൊണ്ട് സുധാകരന്റെ ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.